എല്ലാവർക്കും ആക്സസ് ലാ കണ്ടക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വരികയാണെങ്കിൽ അത് മറ്റു ഭാഷകൾക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയുമായാണ്. നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ അയക്കുന്ന മെസ്സേജ് മറ്റു ഭാഷകൾക്ക് മാറ്റി അയക്കാൻ അറിയുന്നുണ്ടാവും. പക്ഷെ അവരിൽ നിന്ന് നിങ്ങൾക്ക് എത്തുന്ന മെസ്സേജ് എങ്ങനെ ഭാഷ മാറ്റണം എന്നതിനെ കുറിച്ച് പലർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഫോണിൽ മറ്റു ഭാഷകളിൽ നിന്ന് കുറേ മെസ്സേജുകൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ മെസ്സേജൊക്കെ വന്നാൽ അത് നിങ്ങൾക്ക് എങ്ങനെ മലയാളത്തിലോട്ട് മാറ്റാനുള്ളതിനെ കുറിച്ച് ഒരു വീഡിയോയുമായാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഈ ചാനൽ ആദ്യമായി കാണാനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് അപ്പോൾ നമ്മൾ ട്രാൻസ്ലേറ്റിന് വേണ്ടി ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫോണിലെ പ്ലേ സ്റ്റോർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സെർച്ചിൽ ട്രാൻസ്ലേറ്റിന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മൂന്നാമതായി കാണാം ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. അത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ 3 വരയുള്ള ഒരു ഭാഗം കാണാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടിയിലുണ്ടാവും ലാസ്റ്റിൻ്റെ മുമ്പത്തേത് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നാമതായിട്ട് തന്നെ കാണാം ടാപ്പ് ടു ട്രാൻസ്ലേറ്റ് എന്നുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതൊരു എനേബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ദെൻ ഓൺ ടാപ്പ് ടു ട്രാൻസ്ലേറ്റ് റൺ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. നമ്മളിത് ഓണാക്കിയാൽ നിങ്ങൾക്ക് മുകളിലൊരു ഫോട്ടോ കാണാം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചിഹ്നമുള്ള. അപ്പോൾ നമ്മളൊരു മെസ്സേജ് കോപ്പി ചെയ്താൽ അതുപോലെ നിങ്ങൾക്ക് വരുന്നത് കാണാം. നിങ്ങൾ ക്യാമറയിലൊക്കെ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ക്യാമറ ഫോട്ടോസൊക്കെ ഇതാക്കാൻ കഴിയുന്നതാണ്. നമുക്ക് നമ്മുടെ വാട്സപ്പ് ഒന്ന് എടുക്കാം. ഇപ്പം ഞങ്ങൾക്ക് കാണാം ഞങ്ങളിവിടെ ജസ്റ്റ് 2 മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഹിന്ദിയുടേതാണ്. അപ്പോൾ നിങ്ങൾ ഇത് നെക്കി പിടിച്ചാൽ ഇവിടെ സൈഡിലൊരു 3 മോറിൻ്റെ ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കോപ്പി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. അപ്പോൾ ഇവിടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൻ്റെ ചിഹ്നം വരും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അടിയിലായിട്ട് കാണാം നിങ്ങൾ സെലക്ട് ചെയ്തതിൻ്റെ മലയാളം. ചിലപ്പോൾ നിങ്ങളുടെ ഇവിടെ മുകളിൽ വോയിസ് സിമ്പിളിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തതിൻ്റെ ലാംഗ്വേജ് എല്ലാക്കാലം വന്നിട്ടുണ്ടാവുക. നിങ്ങൾ അഥവാ ഹിന്ദിയാണ് കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ അടിയത്തത് ഹിന്ദി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത കോപ്പി ചെയ്ത ലാംഗ്വേജൊക്കെ ഇത് ജസ്റ്റ് ഒന്ന് മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ലപോലെ ആവുന്നതാണ്. നമുക്ക് അതേപോലെ ജസ്റ്റ് അടുത്തൊരു മെസ്സേജ് കോപ്പി ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷിലാക്കി മാറ്റി കൊടുക്കാനാണ് വേണ്ടത്. ഇംഗ്ലീഷിലാക്കിയപ്പോഴാണ് അതിന് ശരിക്കുള്ള അർത്ഥം ഇവിടെ വന്നിട്ടുള്ളത്. നമ്മൾ ആ കോപ്പി ചെയ്ത മെസ്സേജ് ഇവിടെ മുകളിൽ വന്നിട്ടുണ്ടാവും. അതിൻ്റെ അർത്ഥം ഇവിടെ വന്നിട്ടുണ്ടാവും. നിങ്ങൾക്കിത് കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കേൾക്കുന്നു. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്റിംഗ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണിന് വേണ്ടി എനേബിൾ ചെയ്യുക. നല്ല വീഡിയോയുമായി കാണാം. ബൈ.